കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എനിക്കൊരു മെസ്സേജ് ഇട്ടു. രക്ഷിക്കപ്പെടുന്നവർ ഭൂമിയിലുണ്ടോയെന്ന്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ആദം ചെയ്ത പാപത്തിൻ്റെ പരിണതഫലമായി മാനവരാശി മുഴുവൻ മരണത്തിന് അധീനമായി തീർന്നു. എന്നാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മെ വീണ്ടെടുത്ത് നിത്യജീവൻ അവകാശികളാക്കി തീർക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതിയിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ആദം ചെയ്ത പാപത്തിൻ്റെ പരിണതഫലം സകല മാനവരാശിയും അനുഭവിക്കുന്നത് കൊണ്ടാണ് രക്ഷകനായ യേശുക്രിസ്തുവിനെ ദൈവം താണഭൂമിയിലേക്ക് അയച്ചത്. തന്മനുഷ്യാവതാരം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി അനുസരണമുള്ളവനായി തീർന്നു. യേശുക്രിസ്തു ഐഹിക ജീവിത കാലഘട്ടത്തിൽ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനേകരും യേശുക്രിസ്തുവിനോട് ചോദിച്ചു, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കുമോ? അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നത് മൂന്ന് വിധമാണ്. ഒന്ന്, ആത്മാവിൻ്റെ രക്ഷ. രണ്ട്, പ്രാണൻ്റെ രക്ഷ അഥവാ ദേഹിയുടെ രക്ഷ. മൂന്ന്, ദേഹത്തിൻ്റെ രക്ഷ അഥവാ ശരീരത്തിൻ്റെ രക്ഷ. സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുന്നവർ രക്ഷിക്കപ്പെടുവാനിടയാവും. അത് ആത്മാവിൻ്റെ രക്ഷയാണ്. അതാണ് നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ കാണുന്നത്. നിക്കോദമോസ് എന്ന പള്ളി പ്രമാണി, അതായത് പുള്ളി ഉപദേഷ്ടാവായിരുന്നു. യെരുശലേമിലെ പള്ളിയിലെ ഉപദേഷ്ടാവായിരുന്നു. അദ്ദേഹം വന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞത് വീണ്ടും ജനിക്കുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി ഇനി ജനിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ പോലും കഴിയത്തില്ലെന്ന്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ നാം രക്ഷിക്കപ്പെടണം. സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ആത്മരക്ഷ ഉണ്ടാകുക. ആദം ചെയ്ത പാപത്തിൻ്റെ പരിണതഫലത്തിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെടും. അങ്ങനെ നാം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ നമ്മുടെ തുടർന്നുള്ള ജീവിതം മുഴുവൻ നാം കർത്താവിനെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുകയും ദൈവവചനം കേട്ട് അനുദിനം നാം മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ, അനുദിനം അനുതാപഹൃദയം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ പ്രാണൻ അഥവാ ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ നാം ജീവിച്ചു വരുമ്പോൾ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മേഘപ്രത്യക്ഷതയിൽ വരുമ്പോൾ നാം രൂപാന്തരം പ്രാപിക്കും. അത് ശരീരത്തിൻ്റെ രക്ഷയാണ്. അങ്ങനെ നാം ദേഹത്തിൻ്റെ രക്ഷയും പ്രാപിക്കും. നാം പുത്രത്വം പ്രാപിക്കും അഥവാ തേജസ്സുള്ള ശരീരം പ്രാപിക്കും. അങ്ങനെയാണ് രക്ഷാനിർണയം പൂർത്തീകരിക്കപ്പെടുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് 3 സമയങ്ങളിലായി, 3 സമയത്തായി, 3 രീതിയിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത്. പത്രോസിൻ്റെ പ്രസംഗം കഴിയുമ്പോൾ അവിടെ കൂടി വന്ന ജനങ്ങൾ ചോദിക്കുന്നു, അല്ലയോ സഹോദരന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെയാണ് കാരാഗ്രഹ പ്രമാണിയും ചോദിച്ച് പൗലോസിനോട്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം?
നിങ്ങൾ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു. രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് ശരിക്കും ആത്മരക്ഷ പ്രാപിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പൊതുജനനമാണ്. അതാണ് രക്ഷയുടെ നിർണയം. അങ്ങനെ രക്ഷാനിർണയം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലെ സത്യത്തിലും ആരാധിച്ച് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. അങ്ങനെ നാം പൂർണ്ണമായി രക്ഷാനിർണയം പ്രാപിച്ച് നിത്യതയിൽ കർത്താവ് യേശുക്രിസ്തുവിനോടുകൂടെ എന്നും എന്നേക്കും ജീവിപ്പാൻ സംഗതിയാകട്ടെ. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.